ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. സത്യം പറഞ്ഞ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട്. ഞാൻ ചിരിക്കാനുള്ള കാരണം എന്താണ്, ഞാൻ ആദ്യം ഈ ന്യൂസിൻ്റെ ഒരു സൈഡിലൊന്ന് വെക്കാം കേട്ടോ. നമുക്ക് കണ്ടതിന് ശേഷം സംസാരിക്കാം. ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കഞ്ചാവ്, MDMA മുതലായ നിരോധിത ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും എവിടെ കണ്ടാലും നാട്ടുകാരുടെ കയ്യിൽ നിന്നും അട്ടിക്കിട്ടും. ഇക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല. അതിനെ ചോദ്യം ചെയ്യാൻ വരുന്നവർക്കും ഈ അടി ബാധകമാണ്. ഈ അനൗൺസ്മെന്റ് കേട്ടില്ലേ? ലഹരിക്കെതിരെ മരുതോങ്കര ഗ്രാമം ഒന്നിച്ചു പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ലഹരിയെ തുരത്താൻ ജനങ്ങൾ തന്നെ കൈകോർത്ത് ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ക്വിക്ക് റിയാക്ഷൻ ടീം എന്ന പേരിലാണ് ഈ ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ഇനിയും ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി, ഇവിടെയുള്ള ന്യൂ ജനറേഷനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാരും ഈ കൂട്ടായ്മയും ശക്തിയായ രംഗത്തുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ കുറേയേറെ മാറ്റങ്ങൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് അമ്മമാരുടെ പൂർണ്ണമായ ഒരു പിന്തുണ ഈ കമ്മിറ്റിക്കുണ്ട്. പൊതുസമൂഹത്തിൻ്റെ പിന്തുണയുണ്ട്. സുമേഷ് പുയലിറങ്ങുണ്ടോ? നമ്മുടെ തച്ചമ്പാറ ഭാഗത്ത് അങ്ങനെ 2 കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ ഓടിക്കളഞ്ഞു. ചിരി വരുന്നുണ്ട്. അത് ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിരി എന്ന സന്തോഷത്തിൻ്റെ ചിരിയാണ് കേട്ടോ. ലഹരി വിൽപ്പനയും ഉപയോഗവും എവിടെ കണ്ടാലും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുന്നു. അതും പോരാണ്ട് ഇത് ചോദിക്കാൻ വരുന്നവർക്കും ഈ അടി ബാധകമാണ്. ചിരി വരില്ലേ? ചിരിക്കണത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഉള്ളുന്നൊരു സന്തോഷം ഫീൽ ചെയ്യും. ഇത് കോഴിക്കോട് ജില്ലയിൽ മരുതോങ്കര പഞ്ചായത്തിലാണ് ഈ അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതുപോലെ എല്ലാ നാട്ടിലും വരണം. നാട്ടുകാർ ഇറങ്ങി അച്ചവെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ വരുതിയിലാക്കാൻ കഴിയാത്ത ഒരു വിപത്തും, ലഹരി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാവരും ഒന്നിച്ച് കൈകോർത്തങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടിച്ചുവിടാൻ പറ്റാത്തൊരു സംഗതി നമ്മുടെ നാട്ടിലില്ല. ഈ ലഹരി ഉപയോഗിച്ച് വന്നിട്ട് വീട്ടിലോ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളെയും കണ്ടാൽ തിരിച്ചറിവില്ല. അച്ഛനാണോ, അമ്മയാണോ, പെങ്ങന്മാരാണോ, ഗുരുക്കന്മാരാണോ, അതല്ലെങ്കിൽ ബാക്കിയുള്ളവരാണോ, മുതിർന്ന ആൾക്കാരാണോ, ആരെയും തിരിച്ചറിയുന്നില്ല. എല്ലാവരും ഒരുപോലെ. അച്ഛനെ ചവിട്ടിക്കൊല്ലുന്നു, അമ്മേനെ വെട്ടിക്കൊല്ലുന്നു, പിന്നെ സഹോദരീനെ റേപ്പ് ചെയ്യുന്നു. ഇതല്ലാണ്ട് നമ്മുടെ നാട്ടിലൊന്നും കേൾക്കാനില്ല. ഇത് ഇങ്ങനെയൊക്കെ ഈ നാട് മാറിയതിൻ്റെ കാരണം മെയിനായിട്ട് ലഹരി തന്നെയാണ്. അപ്പോൾ ഈ ലഹരി എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാൻ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ. നമ്മളെ നാട് പഴയതുപോലെ സന്തോഷവും സമാധാനം, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളത് അത് നമ്മുടെ നാട് അങ്ങനെ ആയതുകൊണ്ട് കിട്ടിയ പേരാണ്. വെറുതെ എവിടെന്നെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നെറ്റിയിൽ ഒട്ടിച്ച് വെച്ച പേരല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ളത്. അത് നമ്മുടെ നാട് അത്രയും സ്നേഹത്തിലും സാഹോദര്യത്തിലും സംസ്കാരത്തിലും എല്ലാം കൊണ്ടും മുന്നിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ച് നമ്മുടെ ഈ 2025 തുടങ്ങിയിട്ട് 2.5 മാസം തികഞ്ഞിട്ടില്ല. എത്ര കൊലപാതകങ്ങളും പിന്നെ അതേപോലെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും, കൊലപാതകങ്ങൾ തന്നെ മെയിനായിട്ട്, അക്രമങ്ങൾ, കത്തിക്കുത്ത്, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ 2.5 മാസം കൊണ്ട് ഈ വർഷം തുടങ്ങിയ ശേഷം തന്നെ കേട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊരു മോചനം വേണം. നാളെ നമ്മളായിരിക്കും ഒരു പക്ഷേ ഇരകൾ. നമ്മൾ ഒരാളൊറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ മരുതോങ്കര പഞ്ചായത്ത് ഉള്ള നാട്ടുകാരെല്ലാവരും കൂടെ കൈകോർത്ത് എടുത്തൊരു തീരുമാനം എല്ലാ നാട്ടിലും എല്ലാ പഞ്ചായത്തിലും വരണമെന്നും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടിയാൽ മാത്രമേ മുന്നോട്ട് നമുക്ക് നമ്മുടെ പഴയ കേരളം നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ എന്നും പഴയ സന്തോഷവും സമാധാനവും ഉള്ള ഒരു എന്താ പറയുക, നമുക്ക് പേടി കൂടാതെ പുറത്തിറങ്ങി നടക്കാനും ലഹരീനെയും ബാക്കിയുള്ള കാര്യങ്ങളെ പേടിക്കുക, എപ്പോഴാണ് നമ്മുടെ എന്താ പറയുക നമ്മളും ഇതിൻ്റെ ഇരകളായി പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മയക്കുമരുന്നിൻ്റെ ഇരയായിട്ടില്ലെങ്കിൽ ഇത് അടിമപ്പെട്ട് വന്ന ആൾക്കാരുടെ കണ്ണിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു കാര്യം. എപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരുടെയും കത്തീൻ്റെ മുന്നിൽ തീരുക എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായി കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം തന്നെ ഉണർന്ന് പ്രവർത്തിക്കുകയും ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ പറ്റിയാൽ ഓരോരുത്തരെയും കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണം. ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വേണ്ടി മാത്രം മുന്നിൽ നിന്നാൽ പോരാ. എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ ആലോചിക്കണം. കൂട്ടായിട്ട് ഓരോരുത്തർ ഓരോ പ്രവർത്തനങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ ആദ്യം ചിന്തിക്കണം. എന്നിട്ട് ഞാൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകണം. അതേപോലെ തന്നെ ഓരോരുത്തരും സ്വയം മുന്നിട്ടിറങ്ങണം. നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൈകോർത്ത് നിന്ന് കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റാത്ത ഒരു ലഹരിയും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. നമുക്കെല്ലാവർക്കും ലഹരിക്കെതിരെ ഒരുമിച്ച് നിൽക്കാം. ഈ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഓരോ വടി വെട്ടി വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ആരാണെന്ന് നോക്കണ്ട, സ്വന്തം മക്കളായിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ, എവിടെ കണ്ടു കഴിഞ്ഞാലും കണ്ണും മുട്ടി നിരത്തി അടിച്ചോളുക. ഇത് ചോദിക്കാൻ വരുന്ന ആൾക്കാർക്കും
ഈ അടി ബാധകമാണെന്ന് നേരത്തെ അനൗൺസ്മെൻറ്റിൽ പറഞ്ഞ പോലെ ഇത് ചോദിക്കാൻ വരുന്ന ആൾക്കാർ എന്താക്കുക ഒരെണ്ണം എക്സ്ട്രാ കൊടുക്കുക. ഈ ചോദിക്കാനും ജാമ്യത്തിൽ ഇറക്കാനും വേറെയുള്ള എണ്ണം ഒത്താശ ചെയ്ത് കൊടുക്കാനും ആൾക്കാരുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ധൈര്യത്തിൽ വീണ്ടും വീണ്ടും ഇവർ ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ ചോദിക്കാൻ വരുന്നവർക്ക് എന്താക്കുക കൂട്ടത്തിൽ 2 കൊടുക്കുക. അപ്പോൾ തന്നെ നാട് പകുതി നന്നായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും